ഇന്ന് തീരദേശ ഹർത്താലാണ്. കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാനത്ത് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ പുരോഗമിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന മണൽ ഖനനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. വിവിധ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശരത് എസ് തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശരത്, വെരി ഗുഡ് മോർണിംഗ്. കടൽ പ്രക്ഷുബ്ധമാണ് അല്ലേ? തീരദേശത്തെ തൊഴിലാളികളും എന്തായാലും വലിയ രീതിയിലുള്ള സമരമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അക്ഷരാർത്ഥത്തിൽ തീരമേഖല സ്തംഭിച്ചു അല്ലേ ശരത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരദേശ മേഖല ഒന്നടങ്കം സ്തംഭിച്ച് നിൽക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. മാത്രമല്ല മത്സ്യബന്ധന തുറമുഖങ്ങൾ, ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, മറ്റ് മത്സ്യചന്തകളൊക്കെ തന്നെ നിശ്ചലമായി കിടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി ഹാർബറിലാണ്. അത് നമുക്ക് ഈ ബോട്ടുകളും വെള്ളങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഒന്നും മത്സ്യബന്ധനത്തിന് പോകാതെ വലിയ പ്രതിഷേധം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഈ കടൽ മണൽ വരുന്നതോടുകൂടി തന്നെ ഇവരുടെ ജോലിയെ ബാധിക്കും, മത്സ്യബന്ധ മേഖലയെ മൊത്തത്തിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ 13 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ എന്തായാലും പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പുഴ അരൂർ മുതൽ വലിയ അഴീക്കൽ വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടാകും. വിവിധ സംഘടനകളുടെയും സാമുദായിക സംഘടനകളുടെയും ഒക്കെ തന്നെ പിന്തുണ ഈ സമരത്തിനും പ്രതിഷേധത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അതായത് സമരത്തിന് UDF-ലെയും LDF-ലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സമുദായ സംഘടനകൾ, ലത്തീൻ സഭ, ധീവര സഭ, വിവിധ ജമാത്തുകൾ, ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ, അങ്ങനെ വിവിധ സംഘടനകൾ ഈ സമരത്തോട് ഐക്യപ്പെട്ട് വലിയ പ്രതിഷേധം എന്തായാലും ഒന്നടങ്കം ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ നേതാക്കളൊക്കെ തന്നെയുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പോൾ കടൽ മണലത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? ഈ നമ്മുടെ സമീപത്തുള്ള രാജ്യങ്ങൾ പരിശോധിച്ചാൽ ഇന്തോനേഷ്യ, UK, കാനഡ, പെറു പോലെയുള്ള രാജ്യങ്ങൾ വളരെ വ്യാപകമായി ഈ മണൽ ഖനനം നടത്തിയതാണ്. മണൽ ഖനനം അവർ കടലിൽ നടത്തിയതിന്റെ ഫലമായി തീരമെല്ലാം ഇടിഞ്ഞുപോയി. ഇപ്പൊ ഇന്തോനേഷ്യ എന്ന് പറയുന്ന സ്ഥലം നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഇന്തോനേഷ്യയിൽ വ്യാപകമായി കടലിൽ മണൽ ഖനനം നടത്തിയത് മൂലം എന്തു സംഭവിച്ചു? അവിടെ കടലിന്റെ അടിത്തട്ടിൽ ഭൂമി കുലുക്കം ഉണ്ടായി. കടലിന്റെ അടിത്തട്ടിൽ ഭൂമി കുലുക്കം ഉണ്ടായതിന്റെ ഫലം ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്തത് സുനാമിയായിട്ട് ഇവിടെ വന്നു. അപ്പൊ ആ രാജ്യങ്ങളെല്ലാം ഇപ്പൊ ഇത് നിർത്തി. ഈ രാജ്യങ്ങൾ ഇപ്പൊ അവരുടെ ഒരു യൂണിയൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്.